SFIയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ പോയിരുന്നു. പക്ഷേ സ്റ്റേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, രണ്ട് അന്വേഷണങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നു, അത് ചട്ടവിരുദ്ധമാണ് എന്നൊക്കെ എക്സാലോജിക്ക് കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റേ നൽകേണ്ട, അന്വേഷണവുമായി മുന്നോട്ട് പോകാം, ആ രേഖകൾ ഹാജരാക്കാനാണോ കോടതിയുടെ നിലപാട്? ആര്യ, നിലവിൽ ഇതിന് സ്റ്റേ കോടതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും വിശദമായി ഈ വിഷയത്തിൽ കോടതി വാദം കേട്ടു. SFIയോട് ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നൽകാൻ SFI ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നൽകാൻ എക്സാലോജിക്കിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്നും കോടതി SFIയുടെ അഭിഭാഷകനോട് ചോദിച്ചു. ഇല്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 15 വരെ അതിന് സമയം നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് ഒന്നും പോകുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഈ SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നിലവിൽ രണ്ട് അന്വേഷണം, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണവും SFIയുടെ അന്വേഷണവും രണ്ടും കൂടി ഒന്നിച്ച് നടക്കുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട്, ചട്ടവിരുദ്ധമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഏതായാലും ഈ എക്സാലോജിക്കിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറഞ്ഞത്. SFIക്ക് അന്വേഷണം നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അന്വേഷണം നടക്കുകയാണെങ്കിൽ അതൊരു ഇന്റർഡിസിപ്ലിനറി ബോഡിയാണ്. അവർക്ക് മറ്റ് പരിമിതികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ ദിശയിൽ അന്വേഷണം നടത്താൻ ആകും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ SFIയുടെ അഭിഭാഷകൻ പറയുന്നുണ്ട്. ഈ CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ സംബന്ധിച്ച് എല്ലാവിധ തെളിവുകളുമുണ്ട്, ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ഉണ്ട്. ഇതിനിൽ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് വാദങ്ങളും കേട്ട ശേഷമാണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ നിലവിൽ വിധി പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹർജിയിൽ ഉത്തരവ് പറയുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ സ്റ്റേ ഇല്ല. വീണ വിജയന്റെ എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ നിലവിൽ സ്റ്റേ ഇല്ല എന്നാണ് നിലവിൽ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ശരി, എന്തായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം, അതിലൊരു സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായിരുന്നു, അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിലിപ്പോൾ എന്തായാലും സ്റ്റേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് രണ്ട് അന്വേഷണം നടക്കുന്നു. ഒന്ന് SFI അന്വേഷിക്കുന്നു, മറ്റൊന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നു. അത് ചട്ടവിരുദ്ധമാണെന്നൊക്കെ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞുവെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാൻ, അല്ലെങ്കിൽ ആവശ്യപ്പെട്ട രേഖകൾ നൽകാനാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ സ്റ്റേ ഇല്ല. വിധി പറയാൻ വേണ്ടി കോടതി ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ്.